ഇനി ഇതേപോലെ നമ്മുടെ നട്ടെല്ലിന് ഇരുഭാഗത്തെയും ചലനം പറഞ്ഞല്ലോ, അതിന് പറ്റുന്ന ഒരു ആസനമാണ് ഘടി ചലനം എന്ന് പറയും. അതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുക. കാലം അല്പം വിട്ടുവെക്കും. നമ്മുടെ ഷോൾഡറിന് എത്ര അകലമുണ്ട്? അതേ അകലം മതി. ഇനി വലത് കൈ ഇടത് ഷോൾഡറിൽ വെക്കും. അപ്പോൾ ഇടത് കൈ പിന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അരക്കെട്ട് പിടിക്കുന്ന മാതിരി. അപ്പോൾ നേരെ പിന്നോട്ട് തിരിയും. അപ്പോൾ നട്ടിൽ നമ്മൾ മുണ്ടൊക്കെ പിഴിയുന്ന പോലെ നല്ലോണം പിഴിഞ്ഞിരിക്കും. ഇനി വീണ്ടും മറുഭാഗം 2, നേരെ തിരിഞ്ഞ് 3, 4, വീണ്ടും 1. ഇങ്ങനെ നമുക്ക് ഒരു 2 സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് നട്ടലിന് ഇരുഭാഗത്തേക്ക് നല്ല നമ്മൾ മുണ്ടി പിഴിയുന്ന പോലെ ഒരവസ്ഥ, ട്വിസ്റ്റിങ്, നല്ല കറക്കം കിട്ടും. അപ്പോൾ നട്ടലിന് ബലം കൊടുക്കും. നട്ടലിനോട് അനുബന്ധിച്ച പേശികൾക്കും നല്ല ബലം വരും. ഘടി ചലനം എന്ന് പറയും. അതേപോലെ തന്നെ കാലിൻ്റെ ചലനം കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പരിശീലനമാണ് കൈ അരക്കെട്ടിൽ വെക്കും. എന്നിട്ട് വലത് കാല് ഇടത് ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരും. 1, 2, 3, 4. ഇതേപോലെ വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത, നമ്മുടെ കാലിൻ്റെ ചലനം വളരെ ഭംഗിയായിരിക്കും. കാല് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും, നല്ലപോലെ ചലിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ പറ്റും. ഇതേപോലെ കാൽമുട്ട് ചലനം കൊടുക്കാൻ പറ്റുന്നതാണ് കൈ അരക്കെട്ടിൽ തന്നെ വെക്കുന്നത്. കാൽമുട്ട് മേലോട്ട് ഉയർത്തും. 4 പേരല്ല, 1, നല്ലോണം 2, ഇടത് കാല് 3, 4. ഇത് താഴ്ത്തുക. ഇത് വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കോർത്ത് പിടിച്ചിട്ട് കിട്ടാത്തോളം ഉയർത്തി കൊണ്ടുവരാം. 1. അപ്പോൾ നമുക്ക് നല്ലോണം നെഞ്ചിൻ്റെ 2, 3, 4. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരാൾക്കും കാലിൽ നല്ല ബലം കിട്ടിയിരിക്കും.